എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാകും, എൻ്റെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന്. ചിലപ്പോഴത് വളരെ ചെറുതായിരിക്കും. ഒരു സന്തോഷകരമായ ദിവസം, ഒരു നല്ല ജോലി, ഒരു പ്രിയപ്പെട്ട വ്യക്തിയുടെ സ്നേഹം. ചിലപ്പോഴത് വളരെ വലിയതായിരിക്കും, ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സ്വപ്നം. ഇങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ആഗ്രഹങ്ങളിലേക്കാണ് ഈ തൊടുകുറി എന്ന രീതിയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് ഒരു സാധാരണ പ്രവചനമല്ല. പലപ്പോഴും നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലെ മറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ, നമ്മൾ തിരിച്ചറിയാത്ത ശക്തികൾ, ഇവയെല്ലാം പുറത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു വഴിയാണിത്. ഈ വീഡിയോയിൽ നിങ്ങൾ 2 നമ്പറുകളിൽ ഒന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. 1 1 1 1 അല്ലെങ്കിൽ 2 2 2 2. നിങ്ങൾ ഏത് നമ്പർ തിരഞ്ഞെടുക്കുന്നു എന്നത് ഒരു യാദൃശ്ചികത മാത്രമല്ല. പലപ്പോഴും അത് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയെയും നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെയും പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറുകൾ ശ്രദ്ധിച്ച് നോക്കി ഇതിൽ ഏത് നമ്പറാണോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ പതിഞ്ഞിട്ടുള്ളത്, ആ നമ്പർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. വീണ്ടും വീണ്ടും നമ്പർ മാറ്റാൻ പാടില്ല. ഏത് നമ്പറിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ആദ്യം പോയത്, അത് തന്നെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നാൽ മാത്രമേ കൃത്യമായ ഫലം ലഭിക്കുകയുള്ളൂ. എല്ലാവരും ഇനി ഈ 2 നമ്പറുകളിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യുക. നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ 1 1 1 1 ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആദ്യം ഞാൻ പറയേണ്ടത് ഒരു കാര്യമാണ്: നിങ്ങൾ വളരെ പ്രത്യേകതയുള്ള വ്യക്തിയാണ്. ഇന്നത്തെ ലോകത്തിൽ വളരെ അപൂർവമായ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. കാരണം ഇന്ന് പലരും പണത്തിനും സ്ഥാനത്തിനും പിന്നാലെയാണ് ഓടുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സുഖമാണ്. ഒരു ദിവസം മുഴുവൻ സമാധാനത്തോടെ കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ വലിയ സമ്പത്ത്. നിങ്ങൾ ഒരാളുടെ സാധനം കണ്ടിട്ട് എനിക്കത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല, മറിച്ച് എനിക്ക് ഉള്ളത് മതിയാകുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ്. ഈ മനോഭാവം വളരെ വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ അതേസമയം ഇതിനൊരു ചെറിയ ദോഷവശവും ഉണ്ടെന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാൻ കഴിവില്ലെന്നല്ല, പക്ഷേ നിങ്ങൾ അതിനായി വേണ്ടത്ര ശ്രമം നടത്തുന്നില്ല. പല കാര്യങ്ങളും സമയമാകുമ്പോൾ നടക്കും എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു ശീലം നിങ്ങളിൽ കാണാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, അതെ, ശരിയാണ് എന്ന്. കാരണം നിങ്ങൾ പല അവസരങ്ങളും ഇങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായും പറയാം: നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഭാഗ്യം മാത്രമല്ല, അത് നിങ്ങളുടെ നല്ല മനസ്സും നിങ്ങളുടെ വിനയവും നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധിയുമാണ്. നിങ്ങൾ ഒരിക്കലും ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്താലും നിങ്ങളത് മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ പോകുന്നവനല്ല. ഈ ഗുണം നിങ്ങളെ ദൈവാനുഗ്രഹത്തിന് അർഹനാക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും വൈകുന്നു എന്ന്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മാത്രം അതേ സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു സത്യമുണ്ട്: ജീവിതം എല്ലാവർക്കും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ചിലർ വേഗത്തിൽ ഉയരും, ചിലർ വൈകിയാണ് ഉയരുന്നത്. പക്ഷേ വൈകി ഉയരുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്: അവർ ഉയർന്നാൽ അത് സ്ഥിരമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു തയ്യാറെടുപ്പ് ഘട്ടമാണ്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചെറുതല്ല, അതിനാലാണ് അത് വൈകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നു, പക്ഷേ നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കുറിച്ച്
കുറച്ച് രീതിയിലാണ്, വളരെ ചെറിയ രീതിയിൽ വിലയിരുത്തുന്നവരാണ്. എനിക്കത് സാധിക്കുമോ എന്ന സംശയം പലപ്പോഴും നിങ്ങളെ പിടികൂടും. ഈ സംശയം തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് കഴിയാത്തതൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ മാറ്റമാണ് നിങ്ങളുടെ ചിന്താഗതിയിൽ. സമയം വന്നാൽ നടക്കും എന്നതിൽ നിന്ന് ഞാൻ ശ്രമിച്ചാൽ നടക്കും എന്ന ചിന്തയിലേക്ക് നിങ്ങൾ മാറണം. അത് സംഭവിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടക്കും എന്നതാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ പ്രധാനമായ ചോദ്യം നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുന്ന ആ ആഗ്രഹം എപ്പോൾ നടക്കുമെന്നാണ്. ഇതൊരു ദിവസത്തിനുള്ളിൽ നടക്കില്ല, പക്ഷേ ഇതൊരിക്കലും നടക്കില്ല എന്നതുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയം വരാനിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അത്ഭുതമാകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിത്തുടങ്ങും. ഒരു ചെറിയ അവസരം, ചെറിയ മാറ്റം, അത് തന്നെ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കും. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലെ മടുപ്പ് മാറ്റണം. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പിടിച്ചെടുക്കാൻ തയ്യാറാകണം. ദൈവം നിങ്ങൾക്ക് വഴികൾ തുറക്കും, പക്ഷെ നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയങ്ങൾ നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ നല്ല മനസ്സിന്റെ ഫലമായി ലഭിക്കുന്ന അനുഗ്രഹമാണ്. അതിനാൽ നിങ്ങൾ ഒരിക്കലും സ്വയം ചെറുതായി കാണരുത്. ഇനി അടുത്തതായി 2, 2, 2, 2 തിരഞ്ഞെടുത്തവരുടെ യാഥാർത്ഥ്യമാണ് അറിയാൻ പോകുന്നത്. നിങ്ങൾ 22, 22 ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആദ്യം ഞാൻ പറയേണ്ടത് ഒരു കാര്യമാണ്. നിങ്ങൾ ഇതുവരെ കടന്നുപോയ ജീവിതം എളുപ്പമായിരുന്നില്ല. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ട് എല്ലാം എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന്. ഒരിക്കലല്ല, പല തവണ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ അത് പകുതിയാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ പൂർണ്ണമായും ആ ബന്ധത്തിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ സമയം, നിങ്ങളുടെ കരുതൽ, നിങ്ങളുടെ വിശ്വാസം എല്ലാം. പക്ഷെ അതേസമയം ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് മാറിപ്പോകും. നിങ്ങൾ പിന്നെ ആ വ്യക്തിയോട് പഴയ പോലെയാവാൻ ശ്രമിക്കില്ല. ഇത് നിങ്ങളുടെ ശക്തിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൗർബല്യമാണോ? സത്യത്തിൽ ഇത് രണ്ടുമാണ്. കാരണം നിങ്ങൾക്കുള്ള ഈ അതീവ സത്യസന്ധത അത് നിങ്ങളെ നല്ലവരാക്കുന്നു. പക്ഷെ അതേസമയം ചിലർ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. വിശ്വാസവും വഞ്ചനയും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ വിശ്വസിച്ച ആളുകൾ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ തെറ്റായ ആളുകളെ വിശ്വസിച്ചു എന്ന്. അതേസമയം നിങ്ങളെ സത്യത്തിൽ സ്നേഹിച്ച ചില ആളുകളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ടുമുണ്ടാകും. കാരണം നിങ്ങൾക്ക് അവരെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. ഇതൊരു സാധാരണ കാര്യമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് നടന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഇതിനൊരു കാരണമുണ്ട്. നിങ്ങളൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ആളുകളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒരാളാണ് നിങ്ങൾ. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ കാര്യങ്ങളെ കൂടുതലായി ആലോചിക്കുകയും തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടായ ഘട്ടം നിങ്ങൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതെ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് പഴയതിനേക്കാൾ ചെറിയതാണ്. നിങ്ങളിപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. ഒരു കടലിന്റെ നടുവിൽ നിന്ന് കരയ്ക്കടുത്തെത്തുന്ന ഒരു നാവികനെ പോലെ. ഇനി കുറച്ച് ദൂരം മാത്രം. പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കും. ഇനി എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ മാറ്റം മാത്രമാണ്. പക്ഷെ അത് വളരെ പ്രധാനമാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. വിശ്വാസം വേണം, പക്ഷേ അതിന് പരിധിയും വേണം. ആളുകളുടെ വാക്കുകൾ കേട്ട് മാത്രം ഒന്നും തീരുമാനിക്കരുത്. അവരുടെ പ്രവൃത്തികളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനിയും ചില അവസരങ്ങൾ വരും. ചില ആളുകൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിക്കും. എല്ലാവർക്കും ഒരു രണ്ടാം അവസരം നൽകേണ്ടതില്ല.
ഈ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. നിങ്ങളുടെ ആഗ്രഹം അത് നടക്കുമോ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ വലിയ ചോദ്യത്തിലേക്ക് വരാം. എൻ്റെ ആഗ്രഹം നടക്കുമോ? നിങ്ങൾക്കായി ഞാനൊരു കാര്യം തുറന്നു പറയാം. അതെ, അത് നടക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. 11 തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്നത് പോലെ എളുപ്പത്തിലല്ല. നിങ്ങൾക്ക് അത് ലഭിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ, നിങ്ങളുടെ പാഠങ്ങളിലൂടെ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിരിക്കുന്നു ആരെ വിശ്വസിക്കണം, ആരെ ഒഴിവാക്കണം, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന്. ഈ പഠനങ്ങളെല്ലാം ചേർന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയം. അതിനാലാണ് അത് കൂടുതൽ വിലയേറിയത്. സമയം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനിരിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ അത്ഭുതമാകും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയായ രീതിയിൽ പോകാൻ തുടങ്ങും. ഇതൊരു മാജിക് അല്ല, ഇത് നിങ്ങൾ ഇതുവരെ സഹിച്ച കഷ്ടപ്പാടിന്റെ ഫലമാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി രണ്ടുപേരും ശ്രദ്ധിക്കണം. ഇപ്പോൾ 11 ആയാലും 22 ആയാലും നിങ്ങൾക്കായി ഒരു പൊതുവായ സത്യം ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് ഒരു നമ്പറല്ല, നിങ്ങളുടെ തീരുമാനങ്ങളാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്, ഇവയൊക്കെയാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത്. തൊടുകുറി നിങ്ങളെക്കുറിച്ച് ചില സൂചനകൾ നൽകാം, പക്ഷേ നിങ്ങളുടെ ജീവിതം എഴുതുന്നത് നിങ്ങൾ തന്നെയാണ്. ഇതൊരിക്കലും മറക്കരുത്. നിങ്ങൾ എത്ര വൈകിയാലും, നിങ്ങൾ എത്ര തവണ വീണാലും, നിങ്ങൾ എത്ര തവണ വഞ്ചിക്കപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയം വരും. എല്ലാം ശരിയായിടത്ത് എത്തുന്ന സമയം. അത് നിങ്ങളുടെ സമയമാണ്. അതൊരിക്കലും ആർക്കും തടയാൻ സാധിക്കില്ല. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.